ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗന്നാഥനെ കൊന്നത് ഋതികയല്ലെന്ന് എന്തായാലും തെളിഞ്ഞല്ലോ. അതുകൊണ്ട് തീരുന്നില്ല രാജുവിന്റെ വല്യമാവിന്റെ അന്വേഷണം. പത്മയും ഋതികയും രാജു കൂടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിനിടയിലാ ജഗന്നാഥൻ വെടിയേറ്റ് മരിച്ചത്. എന്തിനാ അയാൾ ആ സമയത്ത് കൊന്നുവെന്ന് ഉറപ്പായും വല്യമാവൻ ചിന്തിക്കും. എന്താ രാജു ഇങ്ങനെ നോക്കുന്ന? എന്റെ ഋതുവിനെ തൊട്ട ഒരുത്തനെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇതിപ്പോ പോലീസ് സ്റ്റേഷനിൽ വെച്ചായിപ്പോയി. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണെങ്കിലും എന്നെക്കൊണ്ട് രാജു തിരിച്ചടുപ്പിച്ചല്ലോ. എന്നാലും മുറിവുകള് മുറിവ് തന്നെ ഋതു. എന്റെ ഋതുവിനെ അവര് ലോകകപ്പിലും ജയിലിലും ആക്കിയില്ലേ. ഇതിന്റെ പിന്നിൽ കളിച്ചവരൊക്കെ എനിക്കറിയാം. അവന്മാരെ ഒറ്റ ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. ഋതുവിനോട് ഇത് ചെയ്തവര് എന്റെയും വർമ്മ സാറിന്റെയും മനസ്സിലേക്ക് തീ കനലുകളാ കോരിയിട്ടിരിക്കുന്ന. അതെ, ജ്വലിക്കുക. ആ കനൽ ഇന്നല്ലെങ്കിൽ നാളെ കത്തും. ആ തീയിലിട്ട് ഞാൻ എന്റെ ഋതുവിനെ വേദനിപ്പിച്ചവരെ കത്തിക്കും. വർമ്മ സാർ അവരെ വെറുതെ വിടില്ല. ശരിക്കുള്ള ആ പ്രതിയെ ഞാൻ കണ്ടുപിടിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ. പലരുടെയും പൊയ്മുഖങ്ങൾ ഞാൻ എടുത്തു മാറ്റും. പണി പാൽപായസത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനത്തെ കാര്യങ്ങൾ അമ്മ ചെയ്തു വെച്ചേക്കുന്നത്. ഇതിപ്പോ പാമ്പിനെ നോവിച്ചു വിട്ടതുപോലെ കടിയേറ്റ മൂർഖൻ എന്തെങ്കിലും പ്രതികാരം വിട്ടായിരിക്കോ? ആ ഋതികയ്ക്ക് കിട്ടിയ അടികളൊന്നും അത്ര നിസ്സാരമല്ല. അടി കൊണ്ടത് ഋതികയ്ക്കാണെങ്കിലും നൊന്തിരിക്കുന്നതേ മറ്റു രണ്ടുപേർക്കുവാ, രാജുവിനും വല്യമ്മാവനും. അവരുടെ ഹൃദയത്തിലിട്ടാ ആ അടിയേറ്റിരിക്കുന്നത്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മേ, നമ്മൾ സൂക്ഷിച്ച് നടക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാ ഞാൻ നൽകിയത്. വാണി, ജഗന്നാഥനെ കൊന്നത് ഋതികയല്ലെന്ന് എന്തായാലും തെളിഞ്ഞല്ലോ. അതുകൊണ്ട് തീരുന്നില്ല രാജുവിന്റെ വല്യമാവിന്റെ അന്വേഷണം. പത്മയും ഋതികയും രാജു കൂടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിനിടയിലാ ജഗന്നാഥൻ വെടിയേറ്റ് മരിച്ചത്. എന്തിനാ അയാൾ ആ സമയത്ത് കൊന്നുവെന്ന് ഉറപ്പായും വല്യമ്മാവൻ ചിന്തിക്കും. കൊന്നവരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് വല്യമ്മാവൻ പിടിപ്പിക്കും. അതുറപ്പാ. അമ്മയൊന്ന് സൂക്ഷിച്ചോ. ഞാൻ ഓൾറെഡി വല്ലാത്ത ടെൻഷനില്ല. എന്നെ പേടിപ്പിക്കാതെ നിന്റെ കാര്യം നോക്കി പോയേ. അല്ലെങ്കിൽ കാര്യം പറഞ്ഞ അമ്മയ്ക്ക് പിടിക്കില്ലല്ലോ. കൊറേ നാൾ അകത്ത് കിടക്കുമ്പോഴേ പഠിക്കൂ.
എന്തെങ്കിലും ചെയ്, ഞാനെന്ത് പറയാനാ? ശ്ശോ, ഈ ചെക്കനെ കൊണ്ട് ഞാൻ ഇത്ര അനുഭവിച്ച വേദനകളെല്ലാം ഈ ഒരു നിമിഷം കൊണ്ട് മാറി. മോള് ജയിലില് ഒത്തിരി ബുദ്ധിമുട്ടി കാണുമല്ലേ? അതൊക്കെ അനുഭവിക്കണമെന്ന് ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും ചെറിയമ്മ. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് തീർത്തല്ലേ പറ്റൂ. ജയിലിലാരെങ്കിലും ചേച്ചി ഉപദ്രവിച്ചോ? ജയിലിലേക്കാൾ ഉപദ്രവം പോലീസ് ലോക്കപ്പിലായിരുന്നു. പോട്ടെ മോളെ, ഇത് ചെയ്തവരും ചെയ്യിപ്പിച്ചവരൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോ നിനക്കിത് കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ? എന്താ ചേച്ചി ഇത്? എന്റെ അമ്മ ചേച്ചിയുടെ അമ്മയല്ലേ? യാമിനി ശേഖരവർമ്മയ്ക്ക് 2 മക്കളാ, ഋതികയും അപ്പുവും. പത്മേടത്തി കേട്ടാ ദേഷ്യപ്പെടും. അല്ല, ഏട്ടത്തി കണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. അമ്മ ഇത്രയും കാലം എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ചെറിയമ്മ. പത്മേടത്തി ഒന്ന് കാണണമെന്ന് എനിക്കും വലിയ ആഗ്രഹമുണ്ട്. എനിക്കും കാണണം. മകളെ കാണാതെ കരഞ്ഞു കരഞ്ഞ് ജീവിച്ചവരല്ലേ വല്യമ്മ? നമുക്ക് കാണാം അപ്പോ.